എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചാലക്കുടി കോട്ടയിലുള്ള നന്മ നഴ്സറിയിലാണ്. നമ്മുടെ അതിരപ്പള്ളി റൂട്ടാണ്. നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി ഹൈവേന്ന് 200 മീറ്റർ. അതെ, ഹൈവേന്ന് 200 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നന്മ നഴ്സറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ബൊഗേമില്ല പൂക്കളുടെ ഒരു കളിയുണ്ട് അവിടെ. അത് നല്ല അടിപൊളി ബൊഗേമില്ല പൂക്കൾ. ഇപ്പോൾ ബൊഗേമില്ല പൂക്കളുടെ സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൊഗേമില്ല പൂക്കളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നതാണ്. അതിൻ്റെ വിലയും കാര്യങ്ങളും റേറ്റും അപ്പോൾ നമുക്ക് അത് ചേട്ടൻ പരിചയപ്പെടുത്തി തരും. അതെ, നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ ചേട്ടന്റെ പേരെന്താണ്? ബേബി റാഫേൽ. ബേബി റാഫേൽ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പൊ ചേട്ടൻ്റെ ആണ് ഈ നഴ്സറി. അപ്പൊ 16 വർഷമായി ഈ നഴ്സറി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെ ഒരുപാട് ബൊഗേമില്ലയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ചട്ടിക്കും വില കുറവിന്റെ ചട്ടികളാണ്. പിന്നെ ഇത് 7 ഇഞ്ച് ചട്ടിയാണ് കേട്ടോ. അതായത് ഈ ഒരു ടൈപ്പ് ചട്ടിക്ക് എത്ര ആയിരിക്കും വരുന്നത്? ഈ ഒരു റേറ്റ് അതിന് 150 രൂപയുള്ളൂ. 150 രൂപ ആയിരിക്കും. അത് ഈ ഒരു സൈസ് ചട്ടികള് 7 ഇഞ്ച് ചട്ടി 150 രൂപയുള്ളൂ. ഈ ചെറിയ കാണുന്ന ചെറിയ ചട്ടികൾക്ക് എല്ലാം 150 രൂപയാണ് വില. ബൊഗേമില്ല അത് പല പല ടൈപ്പ്. പിന്നെ അതിന്റെ വലിയ ചട്ടി 10 ഇഞ്ച് അങ്ങനെ കയറി അങ്ങനെ ചെടികള് വില കൂടിക്കൊണ്ടിരിക്കും. ഇത് എന്ത് ടൈപ്പ്? 2 കളർ വന്ന ഇത് ഡബിൾ കളറാണ്. ഡബിൾ കളർ റേറ്റ് തന്നെ? അതൊക്കെ ആ റേറ്റ് തന്നെ 150 തന്നെ. 150 രൂപ. ഇവിടെ അമിതമായ ലാഭം ഞാൻ 16 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് ചെടികൾ സ്നേഹമാണ്. അപ്പൊ എല്ലാവരും വീട്ടിലും ചെടി ഉണ്ടായിക്കോട്ടെ തരം എന്റെ അതാണ്. അപ്പൊ ഇഷ്ടംപോലെ ബൊഗേമില്ലയുടെ പൂക്കളുണ്ട്. അപ്പൊ ഈ ഇവിടെ ഇരിക്കണതെല്ലാം ഒരു 150 രൂപ റേഞ്ചിൽ വരണ ചട്ടികളാണ്. ചെടികളും പല വെള്ള ലാവണ്ടർ ഇരിക്കണു. ലാവണ്ടർ 150 രൂപ. വേറെ ഒരു ഇതിന് നിറച്ച് പൂവുണ്ടാണ്. വേറെ ടൈപ്പാണ്. നിറച്ച് പൂവുണ്ടാ ടൈപ്പാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വലിയ ചട്ടികളാണല്ലോ. ഇത് വലിയ ചട്ടികളുണ്ട്. ഇത് മെലസ്റ്റോമയുടെ ആ ചെടി ഞാൻ വിൽക്കണത് 50 രൂപയ്ക്കാണ്. 16 കൊല്ലമായിട്ട് 50 രൂപയ്ക്ക് ഞാൻ വിൽക്കണേ. ചെറിയ ചെടി, ഒരു ചെറിയ ചെടി. മറ്റുള്ള നഴ്സറി വിൽക്കണത് 80 രൂപയാണ്. അപ്പൊ 30 രൂപ കുറവാണ് കൊടുക്കണം. ഇത് മദർ പ്ലാൻ ആണെന്ന് തോന്നുന്നല്ലോ ഇവിടുത്തെ. ഇത് അതെ, ഇത് താഴെ വെച്ചാലാണ് ഇത്ര പൂ ഉണ്ടാവുള്ളൂ. താഴെ വെച്ചാലാണ് ഇത്ര അധികം. ചട്ടിയിൽ വെച്ചാൽ ഇത്ര പൂ ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു വർഷത്തിൽ 2 കളറും ഒരു വർഷത്തെ ചെടികളാണ്. നമുക്കിനി ഈ ഒരു ടൈപ്പ് നോക്കാം. ഇത് എന്ത് ടൈപ്പ് ബൊഗേമില്ലാണ്? ഇതാണ് ഈ ലാവണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാ ചെടികളാണ്. സാധാ നാടൻ ചെടികളാണ്. നോർമൽ. അപ്പൊ ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും? ഇത് ഇപ്പൊ വലിയ ചട്ടിയാകുമ്പോ 350 രൂപയുള്ളൂ. വലിയ ചട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചട്ടികളൊക്കെ 350. ഇവിടെ 10 ഇഞ്ച് ചട്ടി എന്ന് പറയാ. 10 ഇഞ്ച് ചട്ടികളിലേക്ക് വരണതെല്ലാം 350 രൂപയാണ്. എവിടേക്കൊക്കെ കാണിച്ചു കൊടുത്തോളൂ. കണ്ട, ഇതൊക്കെ 350 രൂപയുടെ ചട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു വെറൈറ്റി. ഇത് അത് കട്ട പൂവായിട്ട് വരും. അടക്ക് മാതിരി കണ്ട. ഇത് സിംഗിൾ പൂവ്, ഇത് കട്ട പൂവിന്റെ. ഇത് സിംഗിള്, ഇത് കട്ട. ഇത് ഹൈബ്രിഡാ. ഇത് ഹൈബ്രിഡ് ആണ്. ഇത് ഈ ഒരു സാധനം ഹൈബ്രിഡ്. ഇതിന് എത്ര റേറ്റ്? 350 രൂപ. 350 രൂപ. ഇവിടെ ഒന്നും കൂടുതൽ വാങ്ങിക്കില്ല. കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് ബിസിനസ് നടക്കില്ല. ഇത് വാടകയില്ലാത്ത നഴ്സറി അല്ലേ, അതിന്റെ പേരിലാണ്. അപ്പൊ ഇത് 350 രൂപയാണ് ഈ ഒരു വന്നത്. ഇത് പൂനാന്ന് പറയുന്ന ചെടിയാണല്ലോ ഈ ഒരു ഫൈഡർ ഫാൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഗോൾഡൻ റൂഫിയ, അങ്ങനെ ചില്ലി റെഡ്. അതിന്റെ അപ്പുറത്തിരിക്കുന്ന ചില്ലി റെഡ്. ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും വരുന്നത് ഈ ഒരു ചട്ടി? ആ ഒരു ചട്ടി കിട്ടുമ്പോ ഒരു 3000-3500 രൂപയ്ക്കും വരും. അത്രയധികം പൂവുണ്ട്. പൂവല്ല, ഇനി അടുത്ത കൊല്ലത്തേക്ക് അതിലും വലുത്തെ ഇതിന്റെ ഒരരച്ചിയും കൂടി ഉണ്ടാവും അടുത്ത കൊല്ലാകുമ്പോഴേക്കും. അപ്പൊ അത് കാവടി പോലെയായി. അപ്പൊ ഓരോ വർഷം ചെല്ലുന്നോറും ചെടി വലുതാവും, പൂക്കളും കൂടും. അതിന്റെ അപ്പുറത്തിരിക്കുന്നത് റൂബി റെഡ് എന്ന് പറയും. ചില്ലി റെഡ്, റൂബി റെഡ്. ഇത് ചില്ലി റെഡ്, ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതിനും ആ റേഞ്ച് അല്ലേ വരണ? ഇത് മൾട്ടി കളർ. ഇത് വലുത് ഇവിടെ. ഇതാണല്ലോ ഏറ്റവും വലുത് ഇവിടുത്തെ. ഈ വലുത്, പക്ഷെ ഇത് 5 ബെഡിങ് ആണ്. 5 ടൈപ്പ് കളർ കേട്ടോ. ടൈപ്പ് കളർ വരുന്നതാണ്. അതൊരു 7000 രൂപയോളം വരും. 7000 രൂപയോളം വരും. എന്നാലും 7000 രൂപയ്ക്കുള്ളത് ഉണ്ട്. കാണാണ്ട്. ഇതിപ്പോ 3 മാസത്തെ പൂക്കളാണ്. ഒരു പൂ വരെ കൊഴിഞ്ഞിട്ടില്ല. 3 മാസമായി പൂ വിരിഞ്ഞ് നിക്കാൻ തുടങ്ങിയിട്ട്. കണ്ടത് ഇപ്പൊ ആ ചെടി എന്ന് പറയുന്നത് മെലസ്റ്റോമ
കണ്ട ലൈറ്റ് മെലസ്റ്റോമയുടെ ലൈറ്റ് ലൈറ്റ് അവിടെ അതിന്റെ ഡാർക്കാണ് അപ്പുറത്ത് അപ്പുറത്ത് നമ്മൾ കണ്ടത്. അതിന്റെ ഡാർക്കാണ് അവിടെ കണ്ടത്. അതിന്റെ ലൈറ്റ് ആണ് ഇവിടെ വന്നത്. ഈ ചെടി ഇപ്പൊ ഒരു 3 വർഷത്തെ ചെടിയാ. 3 വർഷം കഴിഞ്ഞു. ഈ ബൊഗേമില്ല 3 വർഷം എത്തിയിട്ട് ഇവിടെ നിൽക്കുന്ന വലിയ പ്ലാന്റ് ആണിത്. ഇത് കൊടുക്കണമെങ്കിൽ എത്ര രൂപ? ഇതിപ്പോ കൊടുക്കാന്ന് വെച്ചാല് 7000 രൂപയ്ക്ക് കൊടുക്കും. പക്ഷെ ഇത് ഞാൻ വിൽക്കണമെന്നില്ല. ഇതൊക്കെ ഒരു ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ നഴ്സറിക്ക്. ശരിയാണ്, നഴ്സറിക്ക് ഒരു ഡിസ്പ്ലേ കിട്ടുന്ന ഒരു സംഭവങ്ങളാണിത് ഈ ഒരു ബൊഗേമില്ലൊക്കെ. പക്ഷെ ഇത് കൊടുക്കാൻ വെച്ചതാണ്. ഇത് കൊടുക്കാൻ വെച്ചാ ഈ മൾട്ടി കളർ വരണത് 7000 രൂപയുടെ കൊടുക്കാൻ വെച്ചിരിക്കണതാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണിത്. പിന്നെ നമുക്ക് വരുമ്പോ വൈറ്റ് ഉണ്ട്. വൈറ്റിനൊക്കെ ഇതിനൊക്കെ 350 രൂപ ഉള്ളൂ. 350 രൂപ വൈറ്റ്. നല്ല 350. വൈറ്റ് ലാവണ്ടറാണ്. വലുതായി കഴിയുമ്പോഴാണ് നല്ല ഭംഗി വരാ. ഇതിന്റെ വലിയേട്ടിന് അതിന്റെ ബാക്കിലിരിക്കണേ 5000-ന്റെ അതിന്റെ ബാക്കില് പൂ കൊഴിഞ്ഞു പോയത്. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ പൂ വന്നു പൂതായിട്ട് വരും. അതിന്റെ ചെറുതായിട്ടത്. ഇതിന്റെ ഇലയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന്. ഇല വ്യത്യാസമുണ്ട്. ചെറിയ ഇലയായിരിക്കും. മുള്ളില്ലാത്തതാണോ? മുള്ളുണ്ട്. മുള്ള് ചെറിയ മുള്ളാണ്. പക്ഷെ ഇതിന്റെ പൂവാണ് നല്ല ഡിസ്പ്ലേ കിട്ടും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൂവിട്ട് പോണെങ്കിൽ എന്താണ് അതിന്റെ ഒരു? അതായത് നമ്മൾ വളമിട്ട് കൊടുക്കുക. ചാണപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൂവ് 3 മാസമൊക്കെ നിൽക്കും. 3 മാസം നിൽക്കും. ഇംഗ്ലീഷ് വളമൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ട് ഇംഗ്ലീഷ് വളം വാരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവെല്ലാം കൊഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് ഈ ഇങ്ങനെ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ വെട്ടി നിർത്തണം അങ്ങനെ? വെട്ടല് സെപ്റ്റംബർ 1 തുടങ്ങി വെട്ടാം. 15-ാം തീയതി വരെ വെട്ടാം. അത് വെട്ടുമ്പോൾ കുറ്റിയായിട്ട് വെട്ടണം. അതെ, ഓക്കെ. അല്ലാണ്ട് തുമ്പ് വെട്ടി കളഞ്ഞാൽ 2-3 പ്രാവശ്യം വെട്ടേണ്ടി വരും. അതിന് ഇവിടുന്ന് ഇങ്ങനെ പൂവില്ലാതെ വെട്ടി കളയാം. പോയി ഇപ്പഴല്ല, സെപ്റ്റംബറിൽ കട്ട് ചെയ്യാം. സെപ്റ്റംബർ അതേപോലെ കട്ട് ചെയ്തിട്ടാണ് ബൊക്കമാതിരി പൂണ്ടായി നിൽക്കണേ. കണ്ട ചെടികൾ കയറ്റി കൊടുക്കണേ. കസ്റ്റമർ വാങ്ങിച്ചോണ്ട് പോണ ചെടികളാണ് അതൊക്കെ. ഇവിടുന്ന് പോകുന്നുണ്ട്. കണ്ട തുച്ഛമായ വിലയ്ക്ക് കൊടുക്കണം ഞാനിത്. ഇന്ന് രാവിലെ 100 ചട്ടി കൊണ്ടെന്താ കഴിഞ്ഞു കേട്ടോ. 60 എണ്ണം കഴിഞ്ഞു. ഇതൊക്കെ കാണിച്ചു കൊടുക്കും അവർക്ക്. അടിപൊളി ചെടികൾ, ഒരു മോശമുള്ളതില്ല. ഇതിപ്പോ ഈ ചട്ടി ആവുമ്പോ 800 രൂപ തോല് കൊടുക്കും. 800 രൂപ ആ ഒരു റേറ്റ് ആയിരിക്കും പറയണ. യുജീനിയുടെ 800 രൂപയുടെ യുജീനിയ അത്യാവശ്യം നല്ല രീതിക്ക് മറ്റേ ലീഫിന് കളർ വന്ന യുജീനകളാണ് കേട്ടോ. ഇതൊക്കെ 800 രൂപ തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്? ലിവർ റെഡും തലേന്റെ പേര് പറയാ? ഇല്ല, ഈ യുജീനിയ എന്നാണ് പറയാ. യുജീനയുടെ ഇതിന് 2-3 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് കട്ട് ചെയ്യണ്ട. ഈ ടൈപ്പ് കട്ട് ചെയ്യണ്ട, ബുഷായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മറ്റേത് കട്ട് ചെയ്ത് നല്ല ഡിസൈനായിട്ട് വരുത്തണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് വേറെ ടൈപ്പ് ബൊഗേമില്ല. ഇതിന് നമ്മള് പറഞ്ഞത് റൂബി റെഡിന്റെ അവിടെ അതാണ്. ഇതെന്റെ കഴിഞ്ഞ വർഷത്തെ ഇതേപോലത്തെ ചട്ടിയിലത്തെ അതിലാക്കിയതാണ് കഴിഞ്ഞ കൊല്ലം. അപ്പൊ അത് വലുതായത് കണ്ടോ. അപ്പൊ ഒരു ചെടി മേടിക്കുമ്പോൾ നമുക്ക് പൈസ മുടക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതുമേലെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കമ്പ് വെട്ടി പിടിപ്പിക്കുക. നമ്മളൊരു ബൊഗേമില്ല വാങ്ങിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കമ്പ് കുത്തി പിടിപ്പിക്കുക. അങ്ങനെയൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. റോസുകൾ ഉണ്ട് കേട്ടോ. റോസുകൾക്ക് എത്ര? റോസ് 80 രൂപ. 80 രൂപയുള്ളൂ. ഡബിൾ കളറ് ഓറഞ്ച് റോസുകളുണ്ട് ഇവിടെ. പിന്നെ ഇതെന്ത് ചെടിയായിരുന്നു? ഇതാണ് പോൺസൈറ്റ് പൂനെ എന്ന് പറയുന്നത്. ഇത് തണുപ്പിലുണ്ടാവുന്ന സാധനമാണ് കേട്ടോ. തണുപ്പിലുണ്ടാവുന്ന ചെടിയാണ്. അതായത് ഈ ഒരു ഇങ്ങനെ ഈ കളറായിട്ട് നിൽക്കില്ല ഇങ്ങനെ. ഇത് ശരിക്കും എല്ലാവരും ഫംഗ്ഷനുള്ളപ്പോ അവര് കൊണ്ടുപോയി വിൽക്കുന്നതാണ്. ഇതിന് എത്ര റേറ്റ് തന്നെ? ഇതാകുമ്പോ 200 രൂപ വരും. 200 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗോൾഡൻ സൈപ്രസ് അല്ലേ? ഇത് ഗോൾഡൻ സൈപ്രസ്. അത് നിലത്ത് വെച്ച വലുതായി പോകും. അതായത് ക്രിസ്മസ് ട്രീ പോലെ വലുതായി പോണ ഗോൾഡൻ. ചട്ടിയിൽ വെച്ചാൽ ഒരുപാട് വലുതായി പോവില്ല, നല്ല ഭംഗിയായില്ല. ഇതിപ്പോ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ കരിച്ചില് വരും. അത് ഫംഗസ് വരുന്നതാണ്. അപ്പൊ നമ്മള് വളം വിൽക്കണ കടയിൽ പോയിട്ട് ഫംഗസിനുള്ള മരുന്ന് ചോദിച്ചു മേടിച്ച് അടിക്കുക. അപ്പൊ അതിന്റെ ഡയലോട്ടേക്ക് അവര് പറഞ്ഞു തരും. അങ്ങനെയാണ് അത് ചെയ്യാം. കാരണം ഇത് വാങ്ങിച്ചു വെച്ചാലും ഇത് ഇങ്ങനെ കരിമ്പ് വരും. അപ്പൊ ഇത് മരുന്ന് അടിച്ചാലേ അത് എല്ലാ നഴ്സറിക്കാരും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ നന്മ നഴ്സറിക്കാരൻ നല്ലത് പറഞ്ഞു കൊടുത്ത് ഓക്കെ ആക്കും.
അങ്ങനെയുണ്ട് സംഭവം. അപ്പൊ അങ്ങനെ ഇത് അമ്പഴം, ഇതിന് റെസ്റ്റ് ഇല്ലാത്ത അമ്പഴം. ഓക്കെ, റെസ്റ്റ് ഇല്ല. ഒരു കൂമ്പും കിട് വരണുണ്ടെങ്കിൽ അത് അമ്പഴ പൂത്തു അമ്പഴങ്ങുണ്ടായി. അങ്ങനെയാണ് ഇത്. അധികം കഴിച്ചു വരില്ല. ഇതിന് എത്ര രൂപയാണ് റേറ്റ്? ഇതിപ്പോ 300 രൂപ തോന്നും. 300 രൂപ അമ്പഴത്തിന്റെ റേറ്റ്. ഇത് ലെമൺ കണ്ട പൂക്കണുണ്ട് ഉണ്ടായി. അപ്പൊ ഇതിന് 200 രൂപ തോത് വരും ഒരു ചട്ടി. 200 രൂപ. ഇത് മെലസ്റ്റോമകൾ, അതിന്റെ ചെറുത് 50 രൂപ കവർ. 50 രൂപ കവർ മെലസ്റ്റോമകൾ ഉണ്ട്. അപ്പൊ ഇവിടെ വില കൂടുതലും ഞാൻ മേടിക്കൂല, വില കുറച്ചേ വിൽക്കുള്ളൂ. ഒരു ചെടിമ 10 രൂപ ഞാൻ മേടിക്കും. 10 രൂപ അത് മതി എനിക്ക്. അങ്ങനെയാണ് ഇവിടെ കൊടുക്കണത്. പിന്നെ ചെത്തി ഉണ്ട് തോന്നുന്നത്. ചെത്തികള് ഇതിന്റെ കവർ ഉണ്ട് 50 രൂപ. 50. ഇതിനെത്രയായിരിക്കും പറഞ്ഞത്? ഇത് 150 രൂപ. കണ്ട 50 രൂപയുടെ ചെത്തികളാണ് കവറുകൾ. 50 രൂപയുടെ ചെത്തികളുണ്ട് ഇവിടെ. പിന്നെ ഇതെന്ത് ചെടിയായിരുന്നു? ഈ ഒരു റെഡ് കളർ ഇതാണ് സെലൂഷ എന്നാണ് പറയാ. ഇതിന്റെ അവിടെ ഇരിക്കണു. സെലൂഷ. ഇത് ഒരു ചട്ടി എന്ന് പറഞ്ഞത് 7 ഇഞ്ച് ചട്ടി 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 80 രൂപ. ഇത് നല്ല ഭംഗി കാണാൻ. അത് വിരിഞ്ഞിട്ടില്ല, ഒരു മാസം പിടിക്കും. കുറച്ച് വിരിഞ്ഞാണ് ഒരു സംഭവം ഉണ്ട് ഇവിടെ. 80 രൂപ കേട്ടത് ഇതിന്റെ റേറ്റ് തന്നെ. അടിപൊളിയാണ്, നല്ല അടിപൊളി ചെടിയാണ്. പ്ലാവുകൾ ഉണ്ട് കേട്ടോ അവിടെ. വിയറ്റ്നാം എയർലി എന്ന് പറയും. ഇത് 365 ദിവസം ചക്കയാണ്. കണ്ട ചക്ക ഉണ്ടാവാൻ പോണ്. കണ്ട ഇതെവിടെ ചക്ക ഉണ്ടായി കിടക്കണ്ട്. കണ്ട ഇനി ഇതിന് റെസ്റ്റ് ഇല്ല, എപ്പോഴും ചക്ക തന്നുകൊണ്ടിരിക്കും. ഇതിന്റെ വില 500 രൂപയുള്ളൂ. 500 രൂപ. ഈ ചക്ക ഉണ്ടായ പ്ലാവുകള് 500 രൂപ. ചെറുത് 150 രൂപ. ഇതേ കാണുന്നു. അത് 3 വർഷം വേണം. അത് 3 വർഷം. 3 വർഷം എത്തിയാലേ ഇത് കായ്ക്കുള്ളൂ. ഇത് ഇപ്പൊ കായ്ച്ചതിന് 500 രൂപയാണ് റേറ്റ് തന്നെ. പിന്നെ ചട്ടികൾ നോക്കൂ, ഇഷ്ടംപോലെ ചട്ടികൾ ഉണ്ട്. കേട്ടാ 50 രൂപ. ഇത് 50 രൂപയുടെ ചട്ടി. 70 രൂപ. 70 രൂപയുടെ. അത് 90. അവിടെ ഇരിക്കണത് 90 രൂപയുടെ ചട്ടി കണ്ടത് ഇവിടെ ഇരിക്കണ. പിന്നെ അതേപോലെ ബോൺസായി ചട്ടി 50, 70. 50ന്റെയും 70ന്റെയും ഉണ്ട്. പിന്നെ ആമ്പല് താമര ചട്ടികൾ ഇത് 400 തുടങ്ങി 1600 വരെ ഉണ്ട്. ആമ്പല് വെക്കാനുള്ള ചട്ടികള് വേണ്ട കേട്ടോ ഇവിടെ അതുണ്ട്. ഇത് ശ്രീലങ്കൻ മുല്ല എന്ന് പറയും. ശ്രീലങ്കൻ മുല്ല. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബോൺസൈ ആയിട്ട് എന്നും പൂവുണ്ടാവണ ചെടിയാണ് ഇത്. എപ്പോഴും പൂവുണ്ടാവട്ടെ. ഇത് ലോറ എന്ന് പറഞ്ഞ ചെടിയാ. ഇത് 80 രൂപയുള്ളൂ ഇവിടെ. മറ്റുള്ളവർക്ക് പോയ വില കൂടുതൽ കൊടുക്കണം. ഇവിടെ 80 രൂപയുള്ളൂ ലോറ. അത് നല്ലോണം പൂവൊക്കെ ഉണ്ടാവും. വളം ചെല്ലണം. ചാണകപ്പൊടി വളം നമ്മൾ ചെയ്യുമ്പോൾ ആട്ടുംകാട്ടം ചാണകപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ആദ്യം മുട്ടുകളൊക്കെ ഇട്ട് ഇത് വള്ളി പോലെ പോണ റോസാണ്. ക്രീപ്പർ റോസ്. ചെറിയ പൂവ്, നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നല്ല ആർച്ചുമ കയറ്റി വിടണം. ഇതിന്റെ ചെറിയ തൈ ഇതിന്റെ ചെറിയ ചെടി 50 രൂപയുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ തന്നെ വെട്ടി പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം 50 രൂപയ്ക്ക്. പക്ഷെ മണ്ണുത്തിന്ന് കൊണ്ടുവന്ന് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അവിടെ 100 രൂപയാണ് ഇതിന്റെ കവർ. ചെറിയ കവർ അതിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്ന് നട്ടതാണ് ഇത്. ഇതിന് പ്ലാന്റ് ചെയ്ത് കൊടുത്തത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതെന്ത് ടൈപ്പ്? കുന്തിരിക്ക ചെടി. കുന്തിരിക്ക ചെടി എന്ന് പറഞ്ഞത് ഇത് തന്നെ. അത് നിലത്ത് വെച്ചാൽ തെങ്ങിന്റെ പൊക്കത്തിൽ പോവും. ചട്ടിയിൽ വെച്ചാൽ അധികം ഹൈറ്റ് വരില്ല. ഇതിന് എത്ര രൂപ? ഇതിപ്പോ 300 രൂപയുള്ളൂ. ഈ ചട്ടി അടക്കം 300 രൂപയുള്ളൂ. ഒരു നഴ്സറിക്കാർക്കും കൊടുക്കാൻ പറ്റില്ല. മണ്ണുത്തി പോയ 500 രൂപ വേണം ഇതിന്റെ വില. ചട്ടി അടക്കം 300 രൂപ. ഈ ലക്കി പാമുകൾ ഇൻഡോർ വെള്ളത്തിലും വെക്കാം. ലക്കി പാമുകൾ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഇതൊക്കെ മേടിച്ച് അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളും ഇതുമ്പളൊക്കെ വെക്കാം. ടീ പോയി ഇതൊക്കെ 50 രൂപയ്ക്ക് ഞാൻ തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. വെള്ളത്തിലും വെക്കാം കേട്ടോ. അത് വരും. പിന്നെ ചാണകപ്പൊടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ചാണകപ്പൊടി കപ്പലണ്ടിപ്പിണ്ടാക്കണ്. അത് ഞാൻ ഉണ്ടാക്കണ പോലാണ് ഇത്. കണ്ട ചാണകപ്പൊടിയും കപ്പലണ്ടിപ്പിണ്ടാക്കും. 50 രൂപ പാക്കറ്റ്. 50 രൂപയുടെ പാക്കറ്റ്. അപ്പൊ ഒരു പാക്കറ്റ് കൊണ്ടുപോയാൽ 10 ചെടിക്കിലോ. ചകിരിച്ചോറ് 5 കിലോന്റെ. 5 കിലോ. ഇത് എത്ര രൂപ? ഇത് 150 രൂപ. 150 രൂപ 5 കിലോന്റെ ചകിരിച്ചോറുണ്ട് ഇവിടെ. ഇത് ചൈന ഡോൾ എന്ന് പറയും. ചൈന ഡോൾ എന്ന് പറയുന്ന ചെടിയാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട്
ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ തൊട്ട് നോക്കും പ്ലാസ്റ്റിക് ആണോന്ന്. പ്ലാസ്റ്റിക് ആണ്. ഇത് എത്ര രൂപ തന്നെ? അത് 50 രൂപയുള്ളൂ. 50 രൂപ. ഇതും ഇൻഡോർ തന്നെയാണ്, സയാഗ്ര. ഇതും 50 രൂപ തന്നെ ഉള്ളൂ. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ. അതായത് 30 രൂപയ്ക്ക് മേടിക്കണു, 10 രൂപ വണ്ടിക്കാശ്, 10 രൂപ എനിക്ക്. അത്രേ ഉള്ളൂ. ഇതാണ് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ്. അബിയുന്റെ ചെറിയ മരം, ചെറിയ തൈയാണ്. കണ്ട അബിയു. ഇത് അവക്കാട. അവക്കാടോ. അപ്പൊ ഇതൊക്കെ 250 രൂപയാണ്. 250. ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കും, ഇതും 3 കൊല്ലം കൊണ്ട് കായ്ക്കും. അങ്ങനത്തെ. ഇത് മുന്തിരി. മുന്തിരി. അത് ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രീനോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുന്തിരി ഉണ്ടാവും, നല്ലതായിരിക്കും. 100 രൂപയുള്ളൂ കവറ്. ഒരു കവറിന് 100 രൂപ. മുന്തിരി ഉണ്ട് ഇവിടെ. ഇത് ആര്യവേപ്പ് 50 രൂപ. ജാതി, നല്ലതരം ജാതികളേക്കും കണ്ട ജാതി കണ്ട. ഇത് എത്ര? ഇതിപ്പോ 500 രൂപ വരും. 2 തട്ട് ആവാന പോണം. ഇത് മാംഗോസ്റ്റി. ഇത് 200 രൂപ. 200 രൂപയാണ് മാംഗോസ്റ്റി. ചെറുതിന്. ഇത് കടപ്ലാവ്, 2 വർഷം കൊണ്ട് കാക്കുന്നത്. കടപ്ലാവ് ഉണ്ട്. ഇത് 250 രൂപ വരും. 250 രൂപയാണ് റേറ്റ്. 250 വരൂ. ഇത് ആ മാംഗോസ്റ്റിന്റെ 2 കൊല്ലം കൊണ്ട് കാക്കുന്നത് 700 രൂപ. വലിയ തൈ. 700 രൂപ. 700 വലിയ തൈ ഉണ്ട്. വലിയ തൈ. ഇവിടെ ബോഗെയിൻവില്ല. ഇതാണ് ഈ ചില്ലി റെഡ് എന്ന് പറഞ്ഞത്. നമുക്ക് ക്രീപ്പർ മാതിരി കയറ്റി വിടാം. ആർച്ചൊക്കെ അവിടെ പണിത് അത് നമുക്കവിടെ 2 സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറ്റാം. ഇതിൽ കളറ് വേറെ വെക്കാം കേട്ടോ. റൂബി റെഡ് വയ്ക്കാം, റൂബി വൈറ്റ്, മറ്റേ ചില്ലി വൈറ്റ്, ചില്ലി യെല്ലോ, എല്ലാം ക്രീപ്പർ പോലെ വിടാം. അത് ഇത് ഒരു ചട്ടിയിൽ തന്നെ ഒരു 3-4 കളറാണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇല്ല, കാപ്സ്റ്റർ അല്ല, ഇത് ഗോൾഡൻ കാസ്റ്റേർഡ് എന്ന് പറയും. ഇത് മാല ബൾബ് ഇട്ട പോലെ കിടക്കും. ഇത് ഈ പൂ 2 മാസമൊക്കെ നിൽക്കും. 2 മാസം നിൽക്കില്ല. ഇതിന്റെ തൈ ഉണ്ട് 250 രൂപ ചട്ടി. 250 രൂപ ചട്ടി. അത് വേഗം പൂവുണ്ടാവും. കണ്ട ആ സെലൂഷേരെ വിരിഞ്ഞ് വരണുണ്ടോ? അതാണ്. പിന്നെ കുറ്റിക്കുരുമ്, ലാങ്കി കണ്ട. ഇതാണ് ലാങ്കി. നമ്മുടെ ചട്ടിയിലേക്ക് വെക്കുന്ന ലാങ്കിയാണ് ഇത്. ഇത് മരമുല്ല എന്ന് പറഞ്ഞ ചെടിയാ. അത് ചട്ടിയടക്കം 250 രൂപ ഉള്ളൂ. 250 രൂപ. വലിയ ചട്ടി ഉണ്ടോ? നമ്മുടെ ഗോൾഡൻ കാസ്റ്റേർഡിന്റെ തൈയുണ്ട്. കണ്ട പൂവുണ്ടായി തുടങ്ങി. ഗോൾഡൻ കാസ്റ്റേർഡിന്റെ തൈ ഉണ്ട്. ഇവിടെ ഫുള്ള് ബോഗെയിൻവില്ലകളാണ്. ഇതിപ്പോ സിമെന്റ് ചട്ടിലാണ്. 400 രൂപ തോത് വരും. 400 രൂപ. ഇപ്പുറത്ത് കാണിച്ചോ. ഇങ്ങനത്തെ സിമെന്റ് ചട്ടില് 400 രൂപയാണ് ഈ ഒരു ടൈപ്പ് തൈക്ക് ബോഗെയിൻവില്ല. പിന്നെ ഇത് ലാവണ്ടർ. ഇത് 800 വരും. 800 ബോൺസൈ മാതിരി നിക്കണ 800 രൂപയാണ്. 800 രൂപ. വലിയ ചട്ടി. ചട്ടി വലുതാണ്. ചട്ടി വലുതാണ്. അതാണ് അതിന്റെ കൂടെ കൂട്ടിയിട്ടാണ് ആ റേറ്റ് വന്നെ കേട്ടോ. പിന്നെ ഇത് യെല്ലോ വരുന്ന അതൊക്കെ 400 രൂപ വരും. 400 രൂപ പെടുന്നതാണ്. സിമെന്റ് ചട്ടി, പ്ലാസ്റ്റിക് ചട്ടി ഇതേ വലിപ്പമുള്ളത് 350 രൂപ ഉള്ളൂ. 350 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ഇതേ ആന്തോറിയം മിനിയേച്ചറാണ് കേട്ടോ. ഇവിടെ ഇത് 200 രൂപയ്ക്ക് കൊടുക്കണം. അടുത്ത ആഴ്ച തുടങ്ങി വില കൂടും. എന്താ വെച്ചാൽ അവിടെ കൂടി തുടങ്ങി. അതിന്റെ മണ്ണത്തിൽ വില കൂടി തുടങ്ങി. പീസ് ലില്ലി വൈറ്റ്. അത് തൈ 100 രൂപ വരും. കണ്ട ഇതാണ് 100 രൂപ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെതിരെ തൈകളൊക്കെ വന്നു തുടങ്ങി. ഓർക്കിഡ് സെയിലില്ല കേട്ടോ. ഉണ്ട് ഇവിടെ, പക്ഷെ സെയിലില്ല. സംഭവങ്ങളുണ്ട്. കയറ്റിയിരിക്കുന്നത് അല്ലേ ക്യാറ്റ്സ്ട്രോ എന്ന് പറയുന്നത്. ക്യാപ്സ്ട്രോ ഇതാണ്. ഇതാ കണ്ട. അത് ജേഡ്ബി എന്ന് പറഞ്ഞ ചെടിയാണ്. ചൊമ്പ. ഇത് കണ്ടല്ലേ? അതെ, ഇതാണ് ക്യാറ്റ്സ് ക്ലോട്ട്. അതെ, ഇങ്ങനെ മതിലും ഇങ്ങനെ ഇങ്ങോട്ട് പോരെ ഇങ്ങനെ കയറ്റിയേക്കാണ്. അതുമതേ പൂക്കളുണ്ടാവും. ഇത് മതിലിന് ഇത് കയറി പിടിക്കും. കണ്ടോ? ഈ മതിലുമ കയറി പിടിച്ചേക്കാണ്. അപ്പൊ മതില് മറിഞ്ഞ് വീഴൂല. ഇതാണ് ക്യാറ്റ്സ് ക്ലോ അല്ലേ? ഈ പ്ലാവ് കാണിച്ചു കൊടുത്തോ. ചക്കുണ്ടായി നിക്കണ പ്ലാവ്. കണ്ട 500 രൂപയുടെ ഒരു പ്ലാവ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ 9 മാസം കഴിഞ്ഞു. ഇതിൽ നിന്ന് 2 ചക്ക ഞങ്ങൾ പഴുത്തിട്ട് കഴിച്ചു. ഇപ്പൊ ചക്ക 2ാമത് ഉണ്ടായി. ഇതാണ് വിയറ്റ്നാം എയർലി എന്ന് പറയുന്നത്. 365 ദിവസം ചക്ക ഉണ്ടാവണ പ്ലാവ്. ഇത് 9 മാസമായിട്ടുള്ളൂ കേട്ടോ. ഇത് 5 കൊല്ലത്തിലാ.
ഇത് ചക്ക ഇന്നലെ ഇട്ട് കഴിയാൻ പോയിട്ടുള്ളൂ. ഒരെണ്ണം കൂടിയും കാണും. ഒരെണ്ണം കൂടി അതും കൊത്തി ഈ അണ്ണാൻ വന്ന് കൊത്തണ്ട. ഇത് എല്ലാ ദിവസവും ചക്ക അതായത് 365 ദിവസം ചക്ക ഉണ്ടാവും. റെസ്റ്റ് ഇല്ല അവർക്ക്. ആ ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ അർലി. ഇത് നനവില്ലാത്തവരോണ്ട് കണ്ടോ ഒന്ന് വെയില് ഭയങ്കര അടിച്ചിട്ട് നനച്ചു കൊടുക്കണമെന്ന്. ആ ഒരു പ്ലാവ് ഉണ്ട് ഇവിടെ. അപ്പൊ 2 പ്ലാവ് ഉണ്ട് അതിൽ ഒരെണ്ണത്. പിന്നെ ജമ്പോട്ടിക്ക മരം മുന്തിരി കേട്ടിട്ടുണ്ടോ? മരമുന്തിരി ജമ്പോട്ടിക്ക ഇത് 2 കൊല്ലമായിട്ടുള്ളൂ. ഉണ്ടായി തുടങ്ങിയില്ല. 3 കൊല്ലം വേണം. ജമ്പോട്ടിക്ക അടുത്ത കൊല്ലത്തേക്ക് ഓക്കെയാണ്. 2 കൊല്ലമായിട്ടുള്ളൂ. ജമ്പോട്ടിക്കാവ അതുണ്ട്. ബിയുവിൻ്റെ വേണ്ട വലിയ മരം ഉണ്ട് കേട്ടോ ഇവിടെ. ഡ്രമ്മിലെ വെച്ചാണ്. ഇതിമേന്ന് 15 കിലോ പൊട്ടിച്ചു. ഇതിന് റെസ്റ്റ് ഇല്ല. അതേ പൂത്തും കൊണ്ടിരിക്കണ്. ഡ്രമ്മിലിട്ട് വെച്ചാണ്. ഡ്രമ്മിലാണ് വെച്ചാണ്. മലത്തല്ല, ഡ്രമ്മിൽ വെച്ചിട്ടാണ് ഇത്രയും വലുതാണ് കേട്ടോ. അബിയുവിന്റെ മരം ഉണ്ട്. ഇത് ജേഴ്സി മറ്റേ ചുവന്ന പൂക്കൊല. പൂക്കളുണ്ടാവണം. ഇത് ജൂലൈയിലാണ് പൂക്കട്ടോ. അത് ജൂലൈയിൽ മാത്രമേ പൂക്കുള്ളൂ. നമ്മുടെ മണിമുല്ല പൂക്കുന്നത് ഡിസംബറിലാണ്. മണിമുല്ല എന്ന് പറഞ്ഞത് അത് അങ്ങനെ പൂക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ചൈനാട്ടോള് ഓക്കെയാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ചെടികൾ ഇതൊക്കെ നിസ്സാര വിലയുള്ളൂ. 200 രൂപ, 250 രൂപ, 300 രൂപ, 350 രൂപ വരെ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നത്. നല്ല നല്ല ചെടികളുണ്ട്. ചെടികളും കാര്യങ്ങളും. അടീനിയ ഉണ്ടോ? അല്ല അടീനിയത്തിന്റെ ഇതുണ്ട്. ഇത് എത്ര രൂപ? ഇത് ഇപ്പൊ ആവുമ്പോ ഒരു 400 രൂപയ്ക്ക് കൊടുക്കും. 400 രൂപ കേട്ടോ. ഇത് അതിന്റെ കുഞ്ഞു തയ്യാന്ന് തോന്നുന്നു. അതിന്റെ ഇത് ബ്ലൂ കളർ അതുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ എല്ലാ ടൈപ്പ് ഗെയിമില്ല കാര്യങ്ങളൊക്കെ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഈ കറക്റ്റ് ലൊക്കേഷൻ, അതായത് തുച്ഛമായ വിലക്ക്. അതെ, തുച്ഛമായ വിലക്കാണ് ഇവിടെ കൊടുക്കണേ. അപ്പോൾ ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ചേട്ടൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഓൺലൈൻ ഡെലിവറി ഇല്ല. ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കണം. ഡെലിവറി ഇല്ല. അതായത് ഡെലിവറി ഇവിടെ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ ലൊക്കേഷനും ചേട്ടൻ്റെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഈ ബൊഗേമിലൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈം മുതലാണ് ഉണ്ടായി തുടങ്ങണേ. ജൂൺ മാസം വരെ ആയിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും വരിക, ഇവിടെ വന്ന് വാങ്ങിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ താങ്ക് യു. താങ്ക് യു. അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ബൈ.